നമ്മളിന്ന് ദരിദ്രനാരായണന്മാരുടെ രാജ്യം എന്ന് വിളിച്ച് കളിയാക്കുന്ന പാകിസ്ഥാൻ ഒരു സമയത്ത് ഇന്ത്യയെക്കാട്ടിലും ചൈനയെക്കാട്ടിലും സാമ്പത്തികമായിട്ട് മുന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒത്തിരി പ്രയാസമുണ്ടെങ്കിൽ പോലും സംഗതി സത്യമാണ്. 1980-കൾ വരെയും ഇന്ത്യയെക്കാട്ടി സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിൽ നിന്ന രാജ്യം പാകിസ്ഥാൻ തന്നെയാണ്. അവരുടെ വളർച്ചയ്ക്കുള്ള കാരണവും തളർച്ചയ്ക്കുള്ള കാരണവും എന്താണെന്ന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യയെക്കാട്ടിൽ വളരെയധികം സാമ്പത്തികമായിട്ട് വളരാനുള്ള കേപ്പബിലിറ്റി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാന് ഗിഫ്റ്റഡ് ആയിട്ട് ഒരുപാട് പൈസ കിട്ടിയെന്നൊന്നും നിങ്ങൾ കരുതരുത്. പാകിസ്ഥാനെ ഇന്ത്യയെ എങ്ങനെ കൊള്ളയടിച്ചോ അതുപോലെ തന്നെ പാകിസ്ഥാനെയും ബ്രിട്ടീഷുകാരെ കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വിഭവങ്ങൾ ചുരണ്ടിക്കൊണ്ട് പോയത് പോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ബ്രിട്ടീഷുകാർ വിഭവങ്ങൾ ചോർത്തിക്കൊണ്ടുപോയി. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് രണ്ടിടത്തും കാര്യങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ കൃത്യമായിട്ട് അവസരം വിനിയോഗിച്ച് വളർന്നത് തന്നെയാണ്. ആ ഒരു സമയത്ത് പാകിസ്ഥാൻ ചൈനയെക്കാട്ടിലും ഇന്ത്യയെക്കാട്ടിലും മുന്നിലായിരുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല. ദാരിദ്ര്യത്തിൽ ഇന്ത്യയെക്കാൾ രണ്ടിരട്ടി മുന്നിലാണ്. അതായത് രണ്ടിരട്ടി ഇന്ത്യയെക്കാൾ സാമ്പത്തികമായിട്ട് തകർന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ 8 ഇരട്ടി താഴെയാണ് നിൽക്കുന്നത്. കാരണം അത്രമാത്രം പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് പണ്ടാരടങ്ങിപ്പോയി. പാകിസ്ഥാൻ വളരാനുള്ള കാരണം എന്താണെന്ന് കൂടി പറയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ചേരിചേരാ നയത്തിന്റെ ഭാഗമായിട്ട് റഷ്യൻ ചേരിയിലും അമേരിക്കൻ ചേരിയിലും ചേരാതെ രണ്ടാളുകളെയും പ്രീണിപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടിയാണ് നോക്കിയത്. പക്ഷെ അതേസമയം പാകിസ്ഥാൻ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇമ്പീരിയസ്റ്റ് ഇൻട്രസ്റ്റിനെ നല്ല രീതിയിൽ മുതലെടുത്തു. അയ്യൂബ് ഖാനൊക്കെ അതിന്റെ പിന്നിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വലിയൊരു രാജ്യമാണ്. ഇന്ത്യ റഷ്യയോട് അടുത്ത് നിൽക്കുകയാണ് ചേരിചേരാ രാജ്യമെന്ന് പറയുന്നെങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഈ ഏഷ്യൻ കോണ്ടിനെന്റിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാൻ ഒരു കരുത്തനായിട്ടുള്ള രാജ്യത്തിന്റെ പിന്തുണ വേണം. അങ്ങനെ അവർ വിശ്വസ്തനായിട്ടുള്ള അലിയായിട്ട് കാണാൻ തുടങ്ങി ആരെ? പാകിസ്ഥാനെ. അതിന്റെ ഫലമായിട്ട് 1950-കളിൽ തന്നെ ഏകദേശം $2.82 ബില്യൺ പാകിസ്ഥാന് അമേരിക്ക ധനസഹായമായിട്ട് നൽകുന്നുണ്ട്. ആ പൈസ വാങ്ങിച്ചിട്ട് പുട്ടടിക്കുകയല്ല അയ്യൂബ് ഖാൻ ചെയ്തത്. കൃത്യമായിട്ട് തങ്ങളുടെ ഇക്കോണമിയെ വളർത്താനുള്ള പരിപാടികൾ നോക്കി ക്യാപിറ്റലിസ്റ്റ് മോഡലിൽ മാർക്കറ്റ് ഇക്കോണമി വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അതിന്റെ ഗുണം അവർക്കുണ്ടായി. ഇന്ത്യ അതേസമയം 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തു. പാകിസ്ഥാൻ വെറുതെ ഇരുന്നോ? ഇല്ല. പാകിസ്ഥാനും 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷേ ഇന്ത്യ ചെയ്തതുപോലെ റഷ്യയുടെ സാധനം അതുപോലെ കോപ്പി അടിക്കുകയല്ല പാകിസ്ഥാൻ ചെയ്തത്. റഷ്യയുടെ 5 ഇയർ പ്ലാൻസിനുണ്ടായിരുന്ന പോരായ്മകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് അമേരിക്കയുടെ പോളിസിയും ക്യാപിറ്റലിസ്റ്റ് പോളിസിയും കൂടെ കൃത്യമായിട്ട് 5 ഇയർ പ്ലാൻസിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട് സാമ്പത്തികമായിട്ട് അവർ പുരോഗതി പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ GDPയുടെ ഗ്രോത്ത് റേറ്റ് 4% നിന്നപ്പം പാകിസ്ഥാന്റെ 5.8 കടന്ന് മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ 5 ഇയർ പ്ലാൻസിന്റെ റഷ്യയിലെ ആ ഒരു ഹിൻഡ്രൻസ് അതുപോലെ പിന്തുടർന്നപ്പം പാകിസ്ഥാൻ ആ പോരായ്മകളെ പരിഹരിച്ച് അമേരിക്കൻ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല രീതിയിൽ വളരാൻ തുടങ്ങി. അതുകൂടാതെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ജനാധിപത്യ ഗവൺമെന്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആളുകൾ മടിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഒരു നാഷണലൈസേഷൻ പോളിസി മൂലം വലിയ ഇൻവെസ്റ്റ്മെന്റ് വലിയ മേഖലകളിലേക്ക് വരുന്നില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ അയ്യൂബ് ഖാൻ കൃത്യമായിട്ട് മാർക്കറ്റിലിസ്റ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഇക്കോണമി വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് സുൽഫിക്കർ അലി ഭൂട്ടോയുടെ ഗവൺമെന്റ് വന്ന ശേഷം അങ്ങേര് കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു. എന്താന്ന് വെച്ചാൽ കുറെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ നാഷണലൈസ് ചെയ്തു. ആ നാഷണലൈസേഷൻ സാധാരണക്കാർക്ക് ഗുണം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞെങ്കിൽ പോലും സാധാരണക്കാർക്ക് ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാന്റെ വളർച്ചാ റേറ്റ് കുറഞ്ഞുപോയി. പിന്നെ സിയാഹുൾക്ക് അധികാരത്തിൽ വരുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ സുൽഫിക്കർ അലി ഭൂട്ടോ വരുത്തിയ മണ്ടത്തരങ്ങളെല്ലാം അയാൾ പരിഹരിച്ച് വീണ്ടും ഒരു പ്രോ ക്യാപിറ്റലിസ്റ്റ് ആറ്റിറ്റ്യൂഡുമായിട്ട് ഇക്കോണമി വളർത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ വളർന്നു പൊക്കൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ഇക്കോണമിക്ക് എവിടെ മുതലാണ് തിരിച്ചടി കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ടെർമോയിൽസ് തന്നെയാണ്. ഇങ്ങനെ ജനാധിപത്യവും പട്ടാള ഭരണവും മാറി മാറി വന്നതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെന്റിന് ഒരു സ്ഥിരതയില്ലാതായി മാറി. അപ്പം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനികൾ തയ്യാറാവില്ല. അങ്ങനെ പതിയെ പാകിസ്ഥാൻ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അവർ കാശ്മീരിൽ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കുണ്ടായി. പാകിസ്ഥാന്റെ പല മേഖലകളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ബലൂചിസ്ഥാൻ ഏരിയയിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഇന്ത്യ ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. അതൊരു ആരോപണമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനിൽ അനാവശ്യമായിട്ട് നടത്തിയ ഇടപെടലുകൾ, പിന്നെ 71-ലെ വാർ പാകിസ്ഥാൻ ഒരു തിരിച്ചടിയായിരുന്നു. പാകിസ്ഥാന്റെ എക്കോണമിക്ക് ആദ്യത്തെ തിരിച്ചടി വന്നത് 1971-ലെ വാറാണെന്ന്
പറയുന്നതായിരിക്കും ശരി. അങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വാദികളുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വന്നതോട് കൂടിയിട്ട് പാകിസ്ഥാന്റെ നട്ടലൊടിഞ്ഞു. അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ വന്നതോട് കൂടിയിട്ട് പാകിസ്ഥാൻ അവിടുത്തെ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ എക്കോണമിയുടെ ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ മുഴുവനും കൊണ്ടുവന്ന് കൗണ്ടർ ടെററിസത്തിലും അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് ടെററിസത്തിലും അതിർത്തി പ്രശ്നങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആക്ച്വലി മിലിറ്ററി എക്സ്പെൻസ് വന്നതോട് കൂടിയിട്ടാണ് പാകിസ്ഥാൻ എല്ലാ മേഖലകളിലും തളർന്നു തുടങ്ങിയത്. ഈ മിലിറ്ററി എക്സ്പെൻസ് വർദ്ധിച്ചതോട് കൂടിയിട്ട് പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായ സ്ഥലത്ത് നടത്താൻ അവർക്ക് കഴിയാതെ പാകിസ്ഥാന്റെ എക്കോണമി വളരെ വളരെ തകർന്നു തുടങ്ങി. പിന്നീട് ഗ്ലോബൽ റിസഷനും കാര്യങ്ങളൊക്കെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്ത് ഏകദേശം 13 തവണ പാകിസ്ഥാന്റെ ഇക്കോണമി തളർന്ന് പണ്ടാരം തുടങ്ങിപ്പോയി. 1980-കൾ വരെയും ഏഷ്യയിലെ നമ്പർ 1 എക്കോണമി ആയിട്ട് നിന്ന പാകിസ്ഥാന്റെ ഇക്കോണമിയുടെ തളർച്ചയ്ക്ക് കാരണം മതമൗലികവാദികളും പിന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും പിന്നെ കൗണ്ടർ ഇൻസർജൻസീസും പിന്നെ അതിർത്തി പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. കൂടുതൽ പൈസ എപ്പോൾ മുതൽ പാകിസ്ഥാൻ ആർമിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നോ അന്ന് മുതൽ പാകിസ്ഥാന്റെ ഇക്കോണമി തകർന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മിലിറ്ററി കുബ്ഡനുകൾ, ഫണ്ടമെന്റലിസ്റ്റുകൾ, റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകൾ, ആർമി, റിബൽ, ടെററിസ്റ്റ് മൂവ്മെന്റുകൾ, അങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ തളർന്നത്.